ഞാൻ ഇന്ന് നിങ്ങൾക്കൊരു പൂച്ചേനെ കാണിച്ചു തരാം. നിങ്ങൾ ആ പൂച്ചേനെ കണ്ടിട്ട് പറ പൂച്ച എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ കമന്റ് ചെയ്യണേ. ഹലോ ഹലോ കാണിച്ചേ, സുന്ദരക്കുട്ടനെ കാണിച്ചേ. നിന്നെ അല്ല പൂച്ചേനെ. ഹലോ, നീ എന്ത് പേര് കണ്ടുവച്ച ആശുമേതിന്? നിങ്ങളതൊന്നും കാര്യമാക്കണ്ട, അവനങ്ങനെ പല പേരും പറയും. ആക്ച്വലി ഈ പൂച്ചയില്ലേ, ഈ പൂച്ച ഈ കടവാവൽ എന്ന് പറഞ്ഞ ഇവനില്ലേ, ഇവൻ്റെ വീട്ടിലത്തേക്ക് വേണ്ടി ഞങ്ങൾ പോയി കളക്ട് ചെയ്തൊരു പൂച്ചയാണ്. പക്ഷേ ഈ പൂച്ചയെ ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നിരുന്നപ്പോൾ അവൻ്റെ വീട്ടിൽ നിന്ന് നല്ല ചീത്തയായിട്ട്. ഈ വീഡിയോ ഞാനാണ് എടുത്തത്, അതുകൊണ്ടാണ് ഈ വീഡിയോ ഇങ്ങനെ തലതിരിഞ്ഞിരിക്കുന്നത്. ബൈ ദ വേ, ഞാൻ ഈ വീഡിയോ എടുത്ത് നിങ്ങളോട് പറയാൻ വന്നത്, ഞാനൊരു പൂച്ചപ്രേമി ആയിരുന്നു ചെറുതിലെ. പക്ഷേ എനിക്ക് പൂച്ചേനെ വളർത്തണം എന്നുള്ള അതിയായ ആഗ്രഹമൊന്നും മനസ്സിലുണ്ടായിരുന്നില്ല. പിന്നീട് വലുതായി വന്നപ്പം എനിക്ക് കൂട്ടൊരു പൂച്ചയാവട്ടെ എന്ന് വിചാരിച്ച് ഞാനൊരു പൂച്ചേനെ എടുക്കാനൊക്കെ തീരുമാനിച്ച് വീട്ടിൽ പറഞ്ഞപ്പോൾ വീട്ടിൽ പറഞ്ഞു വേണ്ട, പൂച്ച കാരണം കുറേ അസുഖങ്ങളൊക്കെ വരാൻ സാധ്യത കൂടുതലാണെന്ന്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, എനിക്ക് പൂച്ചയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ അതിന് ഞാൻ കൈ കൊണ്ട് എടുക്കൂല. കാരണം ചെറുതിലെ ഞങ്ങളുടെ വീട്ടിലൊരു പൂച്ച ഉണ്ടായിരുന്നു. ആ പൂച്ചേനെ ഞാനെടുത്ത് ഷോൾ ഇടുന്ന പോലെ കഴുത്തിലെടുത്തിട്ടപ്പോഴേക്കുണ്ടല്ലോ ഇതെന്നെ ഒരു വട്ടം മാന്തി. അതിന് ശേഷം എനിക്ക് പൂച്ചേനെ ഭയങ്കര പേടിയാണ്. അതിന് മുന്നേ ഇതുപോലൊരു കറുത്ത പൂച്ച എൻ്റെ കയ്യിൽ കടിച്ചിട്ടുണ്ട്. ആ ഒരു പാടി ഇന്നും എൻ്റെ കയ്യിലുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഞാനപ്പോൾ ഈ ഒരു പൂച്ചേനെ കൊണ്ട് വോക്കിന് പോവാം, ഞാൻ ആ ഒരു മറ്റേ ആ പൂച്ചയുടെ കഴുത്തിൽ കെട്ടിയിരിക്കുന്ന സാധനം പിടിച്ച് വലിച്ച് അതിനെ കളിപ്പിക്കാന്നൊക്കെ വിചാരിച്ചത്. പക്ഷെ അതിനുള്ള ധൈര്യം എന്തായാലും എനിക്കില്ല. പക്ഷേ ഈ ഒരു പൂച്ച ഉണ്ടല്ലോ, ഇതൊരു ഹറാം പറന്ന പൂച്ചയാണ് കേസ്. ഒരു അഹങ്കാരം പിടിച്ച പൂച്ചയാന്ന് ഞാൻ പറയാലോ. പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല, അനങ്ങുന്നില്ല, വലിച്ചിട്ടോ ഒന്നും അനങ്ങുന്നില്ല. എൻ്റെ കൂട്ടുകാരന്മാരെ പോലെ തീരെ അനുസരണയില്ലാത്ത, തീരെ വകവെക്കാത്ത പൂച്ചയാണ് കേസത്. ഞാൻ അതിൻ്റെ പുറകെ ഒന്നും പോകാനും നിന്നില്ല, ഞാൻ അതിൻ്റെ പുറത്ത് മുഖം കാണിക്കാനും നിന്നില്ല. സോ ആ പൂച്ചനെ ഹാൻഡിൽ ചെയ്യുന്നത് ആ പൂച്ചയുടെ ഒരു കൂട്ടുകാരനാണ്. അത് നിങ്ങൾക്ക് വലിച്ചുകൊണ്ട് പോകുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ബൈ ദ വേ, നിങ്ങൾ വിചാരിക്കും ഞങ്ങൾ ഇതിനെ നടത്തിക്കാൻ കൊണ്ടുപോകില്ല. ഇതിനെ അവൻ്റെ വീട്ടിലോട്ട് കൊണ്ടുപോകാനുള്ള പെടാപ്പാനാണ്. അത് റോട്ടിൽ കൂടി ഇങ്ങനെ വായ്നോക്കി നടക്കുന്ന ഇവന്മാരെ പോലെ തന്നെ വിളിച്ചിട്ട് വരുന്നതേ ഇല്ല. ഒരു അനുസരണയില്ലാത്ത പൂച്ച എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ പൂച്ച വേറെ ലോകത്തിൽ ഉണ്ടാവില്ല. പിന്നെ ഞങ്ങൾ ആ പൂച്ചേനെ അവിടെ നിന്ന് കാഴ്ചയൊക്കെ കാണിപ്പിച്ച് അങ്ങ് വലിച്ച് കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി എൻ്റെ വീട്ടിൽ കൊണ്ടുപോയപ്പോൾ അവരുടെ വീട്ടിലെ ആളുകൾ പറയുക, ഈ പൂച്ചേനെ ഇവിടെ വേണ്ട, നീ അത് ആർക്കെങ്കിലും എടുത്ത് കൊടുത്തോന്ന്.